പക്ഷെ ആലയം എന്നത് ദൈവത്തിന്റെ താല്പര്യത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു. സകല ജനതകൾക്കും വേണ്ടി ആലയം ഉണ്ടാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ വലിയ പ്രോഗ്രാമായിരുന്നു. അതിനുവേണ്ടി കാലാന്തരങ്ങളിലൂടെ ദൈവം പ്രവർത്തിച്ച ചരിത്രമാണ് പഴയ നിയമത്തിൽ അങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നിഴലായി അവിടെ സംഭവിച്ചത് പുതിയ നിയമ എഴുത്തുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ സഭ ആലയ പൂർത്തീകരണം എന്ന ദൈവികമായ വലിയ പദ്ധതി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ നിയമത്തെ ആലയപ്പണിയോടനുബന്ധിച്ച് ശലോമോൻ എന്ന രാജാവാണ് ആദ്യം ആലയം ദൈവത്തിന് പണിതത്. തന്റെ അപ്പനായ ദാവീദ് ആലയപ്പണി ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആലയം പണിയണം എന്ന വ്യഗ്രതയിൽ നാഥാൻ പ്രവാചകനോട് ദാവീദ് പറയുന്നു. നാഥാൻ അത് എന്ന് സമ്മതിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെ നമുക്ക് കാണാനായിട്ട് പറ്റും. വാസ്തവത്തിൽ ആലയം എന്ന ഒരു വസ്തുത, യാഥാർത്ഥ്യം തികച്ചും അത് ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു, ദൈവത്തിന്റെ താല്പര്യമായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത്, ദൈവത്തിന് ഇഷ്ടമായത്, ദൈവത്തിന്റെ താല്പര്യമായത് നാം ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആധാരമായി ഇതുമായി ബന്ധപ്പെട്ട ആലയപ്പണിയോട് ചേർന്നുള്ള ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ശലോമോൻ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസികളിലും ഉത്സവങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവത്തിൽ, വാരോത്സവത്തിൽ, കൂടാരങ്ങളുടെ ഉത്സവത്തിൽ, ഇങ്ങനെ ആണ്ടിൽ 3 പ്രാവശ്യവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കഴിച്ചു പോന്നു. അവൻ തന്റെ അപ്പനായ ദാവീദിന്റെ കൽപ്പന പ്രകാരം പുരോഹിതന്മാരുടെ കൂറുകളെ അവരുടെ ശുശ്രൂഷയ്ക്കും അതത് ദിവസം വേണ്ടിയിരുന്ന പോലെ സ്തോത്രം ചെയ്യുവാനും പുരോഹിതന്മാരുടെ മുമ്പിൽ ശുശ്രൂഷിപ്പാനും ലേവിയരെ അവരുടെ പ്രവൃത്തികൾക്കും വാതിൽ കാവൽക്കാരെ അവരുടെ കൂറുകൾക്കൊത്തവണ്ണം അതത് വാതിലിനും നിയമിച്ചു. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. യാതൊരു കാര്യത്തിലും ഭണ്ഡാരത്തെ സംബന്ധിച്ചു പുരോഹിതന്മാരോടും ലേവിയരോടും ഉണ്ടായിരുന്ന രാജകൽപ്പന അവർ വിട്ടുമാറിയില്ല. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനപ്പെട്ട നാൾ മുതൽ അത് തീരും വരെ യെരൂശലേമിന്റെ ശലോമോന്റെ പ്രവൃത്തി ഒക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർത്തു. 16-ാം വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനപ്പെട്ട നാൾ മുതൽ അത് തീരും വരെ ശലോമോന്റെ പ്രവൃത്തി ഒക്കെയും സാധ്യമായി വന്നു. അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർത്തു. കഥാന വചനത്തിൽ യശയ്യാപ്രവാചകന്റെ പുസ്തകം 56-ാം വാക്യത്തിൽ ഞാൻ സകല ജനതകൾക്കും വേണ്ടി ഒരു ആലയം തീർക്കുമെന്നും അത് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ ദൈവത്തിനായ ഒരു ആലയം പണിതെങ്കിൽ ആദ്യ കരങ്ങളായി ദൈവം ഉപയോഗിച്ചത് ശലോമോനെ ആയിരുന്നു. ജ്ഞാനികളുടെ ജ്ഞാനി എന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ 3ാമത്തെ രാജാവായ ദാവീദിൻ പുത്രനായ ശലോമോനെ കൊണ്ട് ദൈവം ആലയപ്പണി തീർത്തു. അങ്ങനെ യഹോവയുടെ ആലയം പണിത് തീർത്തു എന്നെഴുതിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിൽ വിശദാംശങ്ങൾ വിവരിപ്പാൻ സമയമില്ല എങ്കിലും 12-ാം വാക്യവും 13-ാം വാക്യത്തിന്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ ഭാഗം നിങ്ങൾ 12 മുതൽ 16 വരെയുള്ള വേദാംശങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായി 5 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1, യാഗപീഠം പണിയുക. 2, ആരാധന പുനഃസ്ഥാപിക്കുക. 3, സ്തോത്ര ശുശ്രൂഷകന്മാരെ നിയമിക്കുക. 4, ആലയവാതിൽ കാവൽക്കാരെ നിയമിക്കുക. 5, അടിസ്ഥാനമിട്ട് പണി തീരുന്നത് വരെ പണിയുക. ഇങ്ങനെ 5 കൂട്ടം കാര്യങ്ങളെ നമുക്ക് ഈ ഭാഗത്ത് വിശദമായി കാണാൻ പറ്റും. അതിൽ ഒരു പ്രധാന കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ
ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. യാഗപീഠം പണിയുക, അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന് ആലയപ്പണി നടത്താൻ ശലോമോന്റെ പിതാവായ ദാവീദ് ഭയങ്കരമായി ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പിന്നിൽ അദ്ദേഹം സാധനങ്ങൾ ആലയപ്പണിക്ക് വേണ്ടുന്നതൊക്കെയും ഒരുക്കി വെക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മകനായ ശലോമോൻ അപ്പന്റെ കൽപ്പന പ്രകാരം ആലയപ്പണി ആരംഭിക്കുന്നു. മകൻ അപ്പന്റെ താല്പര്യത്തെ നിവർത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പന്റെ കൽപ്പന പോലെ ചെയ്യുന്ന മക്കളെ നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. അപ്പൻ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ആ വിധവും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഒരുക്കി വെക്കാതെ മക്കൾക്ക് കൽപ്പന കൊടുക്കുന്ന പിതാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൻ ഒരുക്കി വെച്ചത് മുഴുവൻ തൂർത്തടിച്ച് നശിപ്പിക്കുന്ന മക്കളെയും നമുക്ക് ഭൂമിയിൽ കാണാൻ പറ്റും. ഇങ്ങനെ അപ്പനും മകനും എന്ന ബന്ധത്തിൽ 4 വിധ കാര്യങ്ങൾ സ്വാഭാവികമായി നമുക്ക് കാണാം. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദാവീദ് എന്ന ശലോമോന്റെ പിതാവ് ആലയപ്പണിക്ക് വേണ്ടി ശലോമോന് കൽപ്പന കൊടുത്തു. അപ്പന്റെ കൽപ്പന പ്രകാരം ശലോമോൻ ചെയ്തു. പ്രിയമുള്ളവരെ, അന്ന് രാജകുമാരന്മാർ ധാരാളം പേര് ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ശലോമോനെ ദൈവം നോട്ടമിട്ട് ദാവീദിന് മുന്നറിയിപ്പ് കൊടുത്ത് ഇസ്രായേലിനെ രാജാവാക്കി തീർക്കുവാൻ ഇഷ്ടപ്പെട്ടത് കാരണങ്ങളിൽ ഒന്നാണ്, താൻ അപ്പന്റെ ചുവടുകളെ മാതൃകയാക്കി യാത്ര ചെയ്തിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവ ഗുണമുണ്ടായിരുന്നു. ചെറുപ്പകാലം മുതൽ തന്നെ പിതാവിനെ അനുസരിക്കുന്ന ഒരു സ്വഭാവ ശൈലി ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെറുപ്പം മുതൽ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഏത് മകനെയും സ്വാഭാവികമായി പിതാക്കന്മാർ സ്നേഹിക്കാറുണ്ട്, കൊണ്ടു നടക്കാറുണ്ട്, ലാളിക്കാറുണ്ട്, കരുതി വെച്ചത് കൊടുക്കാറുണ്ട്. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അപ്പനെ അഗാധമായി സേവിക്കുന്ന, സ്നേഹിക്കുന്ന, അനുഗമിക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ആളിനെ നമുക്ക് കാണാൻ പറ്റും. സഹോദരങ്ങളെ, ഇതൊരു വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മാതൃകയാണ്. പിതാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്നത്, പിതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്നത്, അവർ ദൈവകൃപയിലാണെങ്കിൽ, അവർ ദൈവത്തെ അനുസരിക്കുന്നവരാണെങ്കിൽ, ദൈവകൽപ്പനയുടെ വഴികൾ പ്രകാരം നടക്കുന്നവരാണെങ്കിൽ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കൽപ്പന മോശയ്ക്ക് കൊടുത്ത് മോശയുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു പിതാവ് നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ആ പിതാവിനെ മക്കൾ സ്നേഹിച്ചാൽ കൃത്യമായി ആ മക്കൾ നാളെ ചരിത്രത്തിൽ കാണും ചില ദൈവത്തിന്റെ നടപടികൾ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാനായിട്ട് ഇടയാകും. എന്നാൽ ദൈവത്തെ അനുസരിക്കാത്ത ഒരു പിതാവ്, ദൈവകൽപ്പനകളെ മറത്തു മത്സരിക്കുന്ന ഒരു പിതാവ്, ദൈവഹിതം എന്തെന്ന് ഗ്രഹിപ്പാൻ മേലാത്ത ഒരു പിതാവിന്റെ മകനായോ മകളായോ ഞാനോ നിങ്ങളോ തീർന്നു പോയാൽ ഉണ്ടാകുന്ന അധോഗതി ഭയങ്കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, ഞാൻ ഈ പ്രഭാതങ്ങളിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു പിതാവാണെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾക്ക് വിധേയപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ്. സ്വതന്ത്രം. അങ്ങനെയുള്ള തലമുറകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉളവായി വരട്ടെ. അങ്ങനെയുള്ള പിതാക്കന്മാർ നമ്മുടെ തലമുറയിൽ ഉളവായി വരട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചില പുരുഷന്മാരെ, ചില അമ്മമാരെ, ചില സഹോദരിമാരെ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കൂ. ഈ ഭാഗത്ത് കാണുന്നത് അപ്പന്റെ ഇഷ്ടപ്രകാരം, താല്പര്യപ്രകാരം മകൻ ചെയ്യുന്നു. അപ്പന്റെ ഇഷ്ടപ്രകാരം, താല്പര്യപ്രകാരം ഒരു മകൻ ചെയ്യുന്നത് എന്തുകൊണ്ട്? സാധാരണ പിതാക്കന്മാർക്കൊക്കെ ഒരു താല്പര്യമുണ്ട്, എന്റെ ഇഷ്ടപ്രകാരം മക്കൾ ചെയ്യണം, എന്റെ ഇഷ്ടപ്രകാരം മക്കൾ ചെയ്യണം. അങ്ങനെ ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നെങ്കിൽ, അങ്ങനെ ശലിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദാവീദിന്റെ മാതൃക ജീവിത മാതൃകയാക്കി മാറ്റണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മകനോട് കൽപ്പിക്കുന്നതിന് മുമ്പ് ദേവാലയത്തിനുള്ളതൊക്കെയും അദ്ദേഹം ഒരുക്കി വെച്ചു.
മകനെ ഏൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്കൊരു ചിന്ത ഉണ്ടാകും, മകനെ ഏൽപ്പിക്കാൻ ദാവീദ് രാജാവായിരുന്നല്ലോ, അതുകൊണ്ട് തനിക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു, കൂട്ടിവെക്കാൻ കഴിഞ്ഞു, ഒരുക്കി വെക്കാൻ കഴിഞ്ഞു. എനിക്കങ്ങനെ ഒരുക്കി വെക്കാൻ കൂട്ടി വെക്കാനൊന്നും യാതൊരു നിവർത്തിയില്ലല്ലോ, ഞാനൊരു ദരിദ്രനല്ലേ, അല്ലെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ നിങ്ങൾ 1 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 14-16 വാക്യങ്ങളൊന്ന് വായിച്ചു വരൂ. ആ ഭാഗത്ത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം അതിന്റെ 22-ാം അധ്യായം 14-16 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിനായി 1,00,000 താലന്ത് പൊന്നും 10,00,000 താലന്ത് വെള്ളിയും പെരുപ്പ നിമിത്തം തൂക്കമില്ലാത്ത താമ്രവും ഇരുമ്പും സ്വരൂപിച്ചിട്ടുണ്ട്. മരവും കല്ലും കൂടെ ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. നിനക്കിനിയും അതിനോട് ചേർത്തുകൊള്ളാമല്ലോ മകനെ എന്ന് ശലോമോനോട് പറയുന്നു. ഈ ഭാഗത്ത് നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇതാ ഞാൻ എന്റെ കഷ്ടത്തിൽ യഹോവയുടെ ആലയത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് കഴിയില്ല, എനിക്ക് സാഹചര്യമില്ല എന്റെ മകനെ ദേവാലയ പണിക്ക് വേണ്ടി ഇന്നതിന്നത് കൊടുക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കി വെക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ദാവീദ് പറയുന്നു, ഞാൻ ദേവാലയത്തെ കുറിച്ച് എനിക്ക് എരിവുണ്ടായിരുന്നു. ദേവാലയത്തിന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചത് എന്റെ സമ്പത്തിന്റെ കാലത്തല്ല, ഞാൻ സുഭിക്ഷമായി ജീവിച്ച കാലത്തല്ല, അധികാരങ്ങളും ഉന്നത പദവികളും ലഭിച്ച കാലഘട്ടത്തിലല്ല, എന്റെ കഷ്ടകാലത്ത് ഞാൻ ദൈവത്തിന് ഒരു ആലയം പണിയും എന്റെ ഹൃദയം നനച്ചിരുന്നു. ദൈവമക്കള്, നമുക്കൊരാലയം വേണം. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പൂർണ്ണമായ സഹകരണം നമ്മുടെ കഷ്ടകാലത്തിൽ പോലും ആവശ്യമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഒരുക്കി വെക്കുന്ന ഒരു അപ്പനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും, സൂക്ഷിച്ചു വെക്കുന്ന ഒരു അപ്പനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. സ്വതന്ത്രം മക്കള് അവരെ താലോലിക്കുകയും സ്നേഹിക്കുകയും വളർത്തുന്നതോടൊപ്പം അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന അപ്പനാണെങ്കിൽ, അവർക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന അമ്മയാണെങ്കിൽ, കൃത്യമായും അവരെന്ത് കൽപ്പിച്ചാലും അതുപോലെ കുഞ്ഞുങ്ങൾ ചെയ്യും. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവകൃപയിൽ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നെങ്കിൽ, അവർ വിശ്വാസത്തിൽ മുന്നേറുന്നെങ്കിൽ, ആരാധനയിൽ അവർ ആകാംക്ഷയുള്ളവരാണെങ്കിൽ, കൃത്യമായും അപ്പന്റെയും അമ്മയുടെയും വാക്കുകള് കുഞ്ഞുങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കും എന്നും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവരുടെ കുടുംബത്തിനകത്ത് നിറവേറുവാൻ ആ പിതാവ് തന്റെ കഷ്ടകാലത്ത് ദൈവത്തിന്റെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത വർദ്ധിച്ച് അവർ ഒരുക്കി വെക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. വാസ്തവത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് ഇന്ന് വീക്ഷിക്കുന്നത് നാം ഓരോരുത്തരുമാണ്, ജനസമൂഹമാണ്. സ്വതന്ത്രം യാഗപീഠം എന്ന് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്ന പുതിയ നിയമത്തിൽ അത് ദൈവത്തിന്റെ സഭയാണ്. ഇങ്ങനെ പറയുന്നു, ശലോമോൻ എന്നല്ലല്ലോ, വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉയരണമെന്നല്ലല്ലോ, ലോക മനുഷ്യരെ പോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ നാം ചിന്തിച്ചാരംഭിക്കണം, മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഒരു യാഗപീഠം. ദൈവത്തിന്റെ ഒരു യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. യാഗപീഠം അതിൽ ആരാധന ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവത്തിന്റെ സഭ ഇന്ന് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നു. യാഗപീഠം നാം ആണെങ്കിൽ ഈ യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന യാഗവസ്തു നാം ഓരോരുത്തരാണ് എന്ന് നാം മനസ്സിലാക്കണം. യാഗപീഠം ദൈവത്തിന്റെ സഭയെങ്കിൽ യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന വസ്തു നാം തന്നെയാണ്. ദൈവത്തിന്റെ ഒരു ഹനനയാഗമായി, ദൈവത്തിനൊരു സമാധാനയാഗമായി, ദൈവത്തിനൊരു ഹോമയാഗമായി അർപ്പിക്കപ്പെടുവാൻ നാമാണ് യാഗപീഠത്തിലേക്ക് വരേണ്ടത്. യാഗപീഠം ഞാൻ ദൈവത്തിന്റെ സഭ എന്ന് മുന്നിൽ ചിത്രീകരിച്ച് നിങ്ങളോട് പറയുന്നു. അങ്ങനെയെങ്കിൽ നമുക്കെല്ലാവർക്കും ഇരിപ്പാൻ ഒരു ആലയവും ഇടവും ദൈവത്തിന്റെ മന്ദിരമായി നമുക്ക് ആവശ്യമാണ്. ഈ കോവിഡ് കാലത്ത് 2ാം ലോക്ക്ഡൌണിൽ എൻ്റെ ആദ്യ പ്രഭാഷണം ഞാൻ ഇങ്ങനെ ആരംഭിക്കുകയാണ്. സ്വതന്ത്രം
അതിനുണ്ടാകുന്ന നേട്ടങ്ങളും അനുഗ്രഹങ്ങളും താഴോട്ട് നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഭാഗം നിങ്ങൾ വായിച്ചാൽ മറ്റൊരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അപ്പൻ ആലയപ്പണിക്ക് വേണ്ടി തത്രപ്പെട്ട് സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കുന്നു. പക്ഷേ തടുക്കുന്ന ദൈവത്തിന്റെ കരം. സ്വതന്ത്രം. നാഥാൻ പ്രവാചകൻ വീട്ടിൽ പോയിട്ട് 1 ദിവസം 17-ാം അധ്യായം 14-16 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോ താൻ വിശ്രമിക്കുന്ന സമയം നാഥാൻ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ പോയി ദാവീദിനോട് തിരിച്ചു പറയുക, ദാവീദ്, നീ എനിക്ക് ആലയം പണിയണ്ട. സ്വതന്ത്രം. ദാവീദ്, നീ എനിക്ക് ആലയം പണിയണ്ട. ആ ഭാഗം വായിച്ചാൽ നിങ്ങൾ കാണും, ദൈവം ദാവീദ് പണിയുന്ന ആലയത്തെ തടുക്കുന്നു. സ്വതന്ത്രം. അതിന് കാരണങ്ങളും താഴോട്ട് വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് നാം ചോദിക്കുമ്പോ 1 ദിനവൃത്താന്ത പുസ്തകം 22-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൈകൾ രക്തം ചൊരിയിച്ചിട്ടുള്ള കൈയാണ്. നീ ഒരു യോദ്ധാവാണ്, സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. ധാരാളം രക്തം ചൊരിയിച്ചിരിക്കുന്ന നിന്റെ കൈകൾ കൊണ്ട് എനിക്ക് നീ ആലയം പണിയരുത് എന്ന് ദൈവം വിലക്കുന്നു. പലരും പറയാറുണ്ട്, പഴയ നിയമത്തിലെ ദൈവം ഒരു രക്തദാഹിയായ ദൈവമാണ്. പഴയ നിയമത്തിലെ ദൈവം യുദ്ധങ്ങൾ നടത്തിയിരുന്നു, ആളുകളുടെ അറുകൊലയ്ക്ക് കൂട്ടുനിന്നിരുന്നു എന്നൊക്കെ പരിഹസിക്കുന്ന ജനങ്ങളുണ്ടാകാം. പ്രിയമുള്ളവരെ, ഈ ഭാഗം നിങ്ങൾ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, our God is great who is against the war. യുദ്ധങ്ങൾക്ക് അവൻ എതിരാണ്, രക്തച്ചൊരിച്ചിലിന് അവൻ എതിരാണ്. യഹൂദന്മാർ അവരുടെ രാജ്യം പിടിക്കാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, വാസ്തവമാണ്. രാജാക്കന്മാർ അവരുടെ ടെറിട്ടറി വർദ്ധിപ്പിക്കാനും സമാധാനം നിലനിർത്താനും യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിരപരാധികളുടെ രക്തം ചൊരിയുന്നതിൽ ദൈവം ഒരിക്കലും അവരെ പിന്താങ്ങിയിരുന്നില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ ഭാഗം. ദൈവത്തിന് ആലയം പണിയാനായിട്ട് എല്ലാം ഒരുക്കി വെച്ച് കടന്നു വന്ന ദാവീദിനെ ദൈവം തടുക്കുന്നു, ദൈവം വിലക്കുന്നു, ദൈവം അനുവാദം കൊടുക്കുന്നില്ല. പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുക്കി കൂട്ടി നാം എല്ലാവരും സന്നദ്ധത കാണിച്ച് മുന്നോട്ട് വരാറുണ്ട്. പക്ഷേ ചില തടസ്സങ്ങൾ ഉണ്ടാകുമ്പോ, അനുവാദം കിട്ടാതെ വരുമ്പോ നാം മടുത്തു പോകാറുണ്ട്, മുഷിഞ്ഞു പോകാറുണ്ട്, പിണങ്ങി പോകാറുണ്ട്, വലിയ അസ്വസ്ഥതകൾ കാണിക്കാറുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ദാവീദിന് മുമ്പിൽ അവരെ കഷ്ടകാലത്ത് ദൈവാലയത്തിൽ പണിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനങ്ങളുടെ പണിയാൻ വേണ്ടി ആരംഭിച്ച് ആഗ്രഹിക്കുന്ന സമയത്ത് അവന്റെ മുമ്പിലുള്ള ഡോറ് ദൈവം പൂട്ടിക്കളഞ്ഞു. God closed the door in front of David in order to build the temple. സ്വതന്ത്രം. ഈ സ്ഥലത്ത് നമ്മളാണെങ്കിൽ ചിലപ്പോൾ നാം ആയിരുന്നെങ്കിൽ ധാരാളം കംപ്ലൈന്റുകൾ പറയുമായിരുന്നു. സ്വതന്ത്രം. ചിലപ്പോൾ നമ്മൾ മുഷിഞ്ഞു പോകമായിരുന്നു. എല്ലാം നമ്മൾ ഒരുക്കി വെച്ചു ചെയ്യാൻ, പക്ഷെ പണിയാൻ തടസ്സം. തുടങ്ങാൻ പറ്റുന്നില്ല, പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. തുടങ്ങിയാൽ വഴിയിൽ വെച്ച് നിർത്തേണ്ടി വരുന്നു. പലവിധ പ്രതിബന്ധങ്ങൾ, തടസ്സങ്ങൾ. കൃത്യമായും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഭൂരിപക്ഷം പേര് മുഷിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് പറയുന്നു, നീ മുഷിയരുത്. ചിലരാണെങ്കിൽ വലിയ കംപ്ലൈന്റുകളുമായിട്ട് വരും, വലിയ പരാതികളുമായിട്ട് വരും. പക്ഷെ ദൈവം പറയുന്നു, നീ പരാതിപ്പെടരുത്, നീ കാരണം കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടത്? എന്തുകൊണ്ടാണ് അനുവാദം തരാത്തത്? എന്തുകൊണ്ടാണ് ഡോർ പൂട്ടിപ്പോയത്? എന്തുകൊണ്ടാണ് തടസ്സപ്പെട്ടത്? ദൈവത്തിന് നിന്നോടൊരു മറുപടി പറയാനുണ്ട് എന്ന് തിരുവെട്ട് പറയുന്നു. ഭാരപ്പെടരുത്. സ്വതന്ത്രം. ഇവിടെ നാം വായിക്കുമ്പോ David received a new direction to go forward. നിരാശനാകാതെ, ഭാരപ്പെടാതെ, മുഷിയാതെ, കംപ്ലൈന്റ് ഒന്നും പറയാതെ ഒരു പുതിയ ഡയറക്ഷനിലേക്ക്, ഒരു പുതിയ വഴിയിലേക്ക്, ഒരു പുതിയ ദൈവത്താൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ദാവീദ് മാറ്റപ്പെടുകയാണ്. സ്വതന്ത്രം. ദാവീദ് ഇങ്ങനെ ചിന്തിച്ചു, അവന്റെ മഹത്വപ്പെടണം. എല്ലാം കൊട്ടിയടയ്ക്കപ്പെട്ട് തടസ്സം നേരിട്ടു, അനുവാദവും കിട്ടിയില്ല ദൈവത്തിൽ നിന്ന്. മുഴുവൻ ഡോറെല്ലാം പൂട്ടിപ്പോയി.
സമയത്ത് ദൈവസന്നിധിയിൽ താഴ്മയോടെ സമർപ്പിക്കുന്ന ദാവീദിനെ നമുക്കിവിടെ കാണാൻ പറ്റും. അദ്ദേഹം ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുകയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 26-27 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാം വായിച്ചത് വേദഭാഗത്തെ ദൈവം തന്നെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിന്റെ കൽപ്പന. എന്തുകൊണ്ടാവോ ഇദ്ദേഹത്തെ ദൈവപുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ ഭാഗം വളരെ വ്യക്തമാണ്. തന്റെ മുമ്പിൽ സകലതും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോ, തന്റെ അധ്വാനം കൊണ്ട് ആലയപ്പണി ചെയ്യാമെന്ന് മുന്നോട്ട് വന്നപ്പോ ദൈവം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. തനിക്കൊരു പിന്തിരിവുണ്ടായില്ല. പ്രസ്തുത ദൈവസനയെ താഴ്മയോടെ സമർപ്പിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ ദൈവം അദ്ദേഹത്തെ ദൈവത്തിന്റെ പുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. He became a man of God. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിനകത്ത് അനേക അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്തു. അവരെ താഴ്മയോടെ സ്വരം നോക്കൂ. 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായം 26-ാം വാക്യത്തിൽ, ആകയാൽ യഹോവേ നീ തന്നെ ദൈവം, അടിയനെ ഈ നന്മയെ നീ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അടിയന്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അത് എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടു ഇരിക്കുന്നുവല്ലോ. ദൈവസനയെ താഴ്മയോടെ സമർപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ആലയപ്പണി ചെയ്യാൻ കൂട്ടിവെച്ചതെല്ലാമായി വന്നപ്പോ, ദൈവം മുന്നിൽ ഡോറ് കൂട്ടിപ്പോയി കഴിഞ്ഞപ്പോ, അനുവാദം കൊടുക്കാതിരുന്നപ്പോ, ദൈവസനയെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോ ദൈവം അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്: നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ രാജാവാക്കും. സഹോദരങ്ങളെ, രാജാക്കന്മാർക്ക് തങ്ങളുടെ പുത്രിമാരെ രാജ്ഞിമാരാക്കിയോ രാജാക്കന്മാരാക്കിയോ അഴിക്കാൻ കഴിയാത്ത ധാരാളം സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗൽ രാജാവ് ഭയങ്കര ശക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ സേനാധിപന്മാരായിരുന്നു. പക്ഷെ ശൗലിന്റെ കുടുംബത്തിൽ ദൈവം ഒരുത്തനെ നിയോഗിച്ചില്ല. എല്ലാവരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്രായേൽ രാജാക്കന്മാരുടെ നിരയെടുക്കുമ്പോ, യഹൂദിയ രാജാക്കന്മാരുടെ നിരയെടുക്കുമ്പോ, മറ്റ് സാമ്രാട്ടുകളുടെ കുലങ്ങളും കുടുംബങ്ങളും പരിശോധിക്കുമ്പോ അവിടെ മക്കളാരും സിംഹാസനത്തിൽ വന്നിട്ടില്ല. അപൂർവം ചിലരുടെ തലമുറകൾ മാത്രമേ സിംഹാസനത്തിൽ വന്നിട്ടുള്ളൂ. ദാവീദ് പുറകോട്ടിറങ്ങി നോക്കുമ്പോൾ തന്റെ യജമാനനായ ശൗലിന്റെ മകൻ രാജാവാകണം, പക്ഷെ ദൈവം രാജാവായി വാഴിച്ചില്ല. അതുകൊണ്ട് ഉള്ളിൽ ഒരു സന്ദേഹമുണ്ടായിരുന്നു, എന്റെ കാലശേഷം ആരായിരിക്കും ഇസ്രായേലിലെ രാജാവ്? ഹല്ലേലൂയ. ദൈവം അവരോട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ മക്കളിൽ നിന്ന് ഒരുവൻ രാജാവാകും. അനേക നാളത്തെ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നോക്കൂ. ആലയത്തിന് വേണ്ടി ഒരുക്കി വെച്ചു. ആലയപ്പണിക്ക് വേണ്ടി മുന്നോട്ട് വന്നു. ബലഹീനത മലിനത നിമിത്തം ദൈവം അത് തടുത്തു. പക്ഷെ ഒരുക്കി വെച്ചത് കൊണ്ടും ആലയപ്പണി താല്പര്യപ്പെട്ടതുകൊണ്ടും അവന്റെ മക്കളിൽ ഒരാളിനെ സിംഹാസനം കൊടുക്കുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യാഗപീഠം സഭയെങ്കിൽ, യാഗപീഠം അതിൽ ഇരിക്കുന്ന യാഗവസ്തു നാമെങ്കിൽ, സഭയ്ക്ക് കൂടി വരുവാനുള്ള ഒരു ഇടം ആലയം എന്ന് നാം വിളിക്കും. ആലയ മന്ദിരം എന്ന് നമ്മൾ വിളിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ഒരുക്കി വയ്ക്കുകയും അത് തലമുറകൾ വഴി ദൈവാലയ പണിക്ക് വേണ്ടി നിക്ഷേപിക്കുകയും ചെയ്താൽ നിങ്ങളുടെ കുലം നിലനിൽക്കും. എന്നേക്കും കുലം ഓർക്കപ്പെടും, കുടുംബം ഓർക്കപ്പെടും, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. രണ്ടാമത്തെ സംഗതി, ദൈവം ദാവീദിനോട് പറയുന്നു, ദാവീദേ നിന്റെ ആഗ്രഹത്തെ ഞാൻ സഫലമാക്കും. അത് നിന്റെ കരങ്ങൾ കൊണ്ടല്ല, നിന്റെ മകന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ സഫലമാക്കും. ആലയപ്പണി നടക്കില്ല, എന്റെ കുടുംബത്തിന് അത് യോഗ്യതയില്ല എന്ന് ഞാൻ തള്ളപ്പെട്ടു എന്ന് നിരൂപിച്ചിരുന്ന കാലത്ത് ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി സംസാരിക്കുകയാണ്, നിന്റെ കുടുംബത്തിൽ നിന്നും ആലയപ്പണി നടക്കും. ഹല്ലേലൂയ. ഈ ആലയപ്പണി എന്നൊക്കെ പറയുന്നത് ഒരു അനുഗ്രഹമാണ്. സ്വതന്ത്രം നാം പഴയ നിയമം ദർശിച്ചാൽ ആലയപ്പണിയോടുകൂടെ ചേർന്ന് ജനം സുരക്ഷിതരായി എന്നതാണ് അതിന്റെ പിന്നിലുള്ള ഒരു വാർത്ത. 2,
തയ്യാറായിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ 21 ദിവസം പ്രാർത്ഥനയ്ക്ക് ആളുകൾ വന്നില്ലേ? 21 ദിവസവും ഡേയും നൈറ്റും വന്നിരുന്ന് ആരാധിച്ച പ്രിയപ്പെട്ടവരുണ്ട്. 63 സെക്ഷനിൽ ആരാധിച്ച പ്രിയപ്പെട്ടവരുണ്ട്. വിളിച്ചു നിൽക്കും. അവർക്ക് പനി വന്നു, തലേ രാത്രി വന്നു, വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. പിറ്റേ ദിവസം രാവിലെ അവർ മുടങ്ങാതെ ആലയത്തിൽ വന്നു. അനേകം പ്രിയപ്പെട്ടവർ, ഒരാളൊന്നുമല്ല, ഒരെണ്ണം പോലും ഒരു ക്വാറന്റൈനിലോ ഒരെണ്ണം പോലും ഒരു ഹോസ്പിറ്റലിലോ മറ്റെങ്ങും പോകാൻ ഇതുവരെ ദൈവം ഇടവരുത്തിയില്ല. സ്വതന്ത്രം ഇതൊക്കെ ഒരു വലിയ തെളിവാണ്. സ്വതന്ത്രം ഒരു കഥാദാസൻ നമ്മുടെ സഭയിൽ വന്നപ്പോൾ, സാം എന്ന് പറയുന്ന ദൈവദാസൻ 21 ദിവസം പ്രാർത്ഥന 7 ദിവസം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ചർച്ചിനകത്ത് ഏകദേശം 100 പേർക്ക് ഇരിക്കാം. AC റൂളാണ്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ആ പള്ളിക്കകത്ത് ആരാധനയ്ക്ക് വന്നവരിൽ കോവിഡ് ബാധിച്ചു. പക്ഷെ അത് ആർക്കെന്ന് ചോദിച്ചാൽ ഈ 100 പേരോളം കസേരയിൽ ഇരിക്കുന്നതിൽ ഒരു കുടുംബ അംഗങ്ങൾക്കും വേണ്ടി മാത്രം AC റൂളിനകത്ത് ഇരിക്കുന്ന ഒരാളിന് കോവിഡ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും പകരുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഒരു ചേർന്നിരുന്ന ഒരു കുടുംബത്തിന് മാത്രം, അങ്ങേരിൽ നിന്ന് മാത്രം ആ കുടുംബത്തിൽ കോവിഡ് ബാധിച്ചു, ക്വാറന്റൈനിലായി, വലിയ പ്രശ്നങ്ങൾ നേരിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, ഈ 100 കസേരകളിൽ ഇരിക്കുന്നതിൽ ഈ മനുഷ്യൻ എല്ലാ ദിവസവും ശുശ്രൂഷകന്മാർക്കെതിരെ ഒരു കുറ്റം പറഞ്ഞിട്ട് പോകുന്നു. പുള്ളിക്ക് കംപ്ലൈന്റേ ഉള്ളൂ. സ്വതന്ത്രം സുരക്ഷിതത്വം ഇവിടെ നഷ്ടപ്പെടുന്നു, ഇവിടെ അസ്വസ്ഥത ബാധിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന മറ്റു കുറ്റം പറയുകയല്ല. ആലയം ഉയർന്നിരിക്കുന്ന കാലത്തോളം, ആരാധനയുള്ള കാലത്തോളം സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഉറപ്പാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ് അത്. വാസ്തവത്തിൽ ദാവീദിനറിയാം. ദൈവത്തിന്റെ ഒരു ആലയം പണിത് ആരാധന മോശയുടെ ന്യായപ്രമാണ പ്രകാരം ചെയ്ത ആയുഷ്കാലം മുഴുവൻ സുരക്ഷിതത്വം ലഭിക്കും. വ്യാധികൾ മാറി നിൽക്കും, മഹാമാരികൾ മാറി നിൽക്കും, രോഗാത്മാക്കൾ മാറി നിൽക്കും, ഭൂതാത്മാക്കൾ വിട്ടുപോകും, പീഡനങ്ങളും ശത്രു ബന്ധനങ്ങളും അകന്നു പോകുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആലയപ്പണിക്ക് വേണ്ടി മുന്നോട്ട് വന്നത്. നിരുത്സാഹതയും അനുവാദമില്ലായ്മയും മുന്നിലുള്ള ഡോർ ക്ലോസ് ചെയ്ത് പോയപ്പോൾ വളരെ സന്തോഷത്തോടെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കുന്ന ദാവീദിന്റെ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയും. മറ്റാരെങ്കിലും പണിയട്ടെ എന്ന് ചിന്തിക്കരുത്. ഒറ്റക്കെട്ടായി ദൈവത്തിന്റെ ആലയപ്പണി നടക്കണം. ഭിന്നത വിഭാഗീയത കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ കാലഘട്ടം ആ കാലഘട്ടമല്ല. അവനവന്റെ കാര്യം അവനവന് എന്നൊരു സംഗതിയും ഉണ്ടാകരുത്. ഒരുമിച്ച് നിന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ പറ്റും. ഒരു സഭ പണിയുന്നതിൽ ഐക്യത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിൽക്കുന്നവരെ നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കും. ആ ജനതയെ ദൈവം അനുഗ്രഹിക്കും. യാഗപീഠം പണിയണം. ഇത് വളരെ ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. 5 കൂട്ട കാര്യങ്ങളിൽ അതിപ്രധാന കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ശലോമോൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗപീഠം പണിയുന്ന ശലോമോനെ നമുക്ക് കാണുന്നു. ഇതിന്റെ പ്രാരംഭ ഭാഗം വായിക്കുമ്പോ താൻ മണ്ഡപത്തിന് മുമ്പിൽ പണിത, ഈ മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് യെരൂശലേം ദേവാലയത്തിന്റെ വാതിലുകളോടുകൂടെ ചേർന്ന് ചൂടടിക്കാതെ തണുപ്പ് ബാധിക്കാതിരിക്കുകയും കിട്ടുന്ന ഷെഡ് പോലെയുള്ള ഇരിപ്പിടങ്ങളാണ്. ആളുകൾക്ക് വന്നിരിക്കാൻ ഉള്ള ഒരു ചെറിയൊരു ഇടമാണ്. 15 വാതിലുകളോടുകൂടെ പണിത യെരൂശലേം ദേവാലയത്തിന് 15 മണ്ഡപങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം ഇരിപ്പിടങ്ങളാണ്. അതിനോട് അടുത്ത് ഒരു യാഗപീഠം. നോക്കൂ സഹോദരങ്ങളെ, യാഗപീഠം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിപൂർണമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന യാഗവസ്തുക്കളെയാണ്. വേദപുസ്തക പ്രകാരം യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന യാഗവസ്തു നാം ഓരോരുത്തരാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സുഗ്രാഹ്യമായ നിലയിൽ പരിപൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അതിനെ യാഗവസ്തു എന്ന് പറയും. ശ്രോത്രം, അങ്ങനെ യാഗപീഠം പണിയാൻ ഒരിക്കലും ആവശ്യമാണ്. പണിതെടുക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മെ
സമ്പൂർണമായി പരിപൂർണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നത് യാഗപീഠത്തിന്മേലിരിക്കുന്ന വസ്തുവെങ്കിൽ അതിനായി ഒരുക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. Be a man of prayer. ദൈവമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ചെലവിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഒരു പരിപൂർണ സമ്പൂർണമായ നിലയിൽ ദൈവത്തിന് ഫലമേൽപ്പിക്കപ്പെട്ടതായി തീരും. നല്ലൊരു പ്രാർത്ഥന ജീവിതമില്ലാത്തൊരു മനുഷ്യൻ ഈ യാഗപീഠത്തിന്മേൽ ഒരു യാഗവസ്തുവായി തീരാൻ കഴിയില്ല. Be a holy. ഒരു അശുദ്ധമായ മൃഗത്തെയും ഇതിൽ അർപ്പിക്കുവാൻ അനുവാദമില്ലായിരുന്നു. ഈ യാഗപീഠത്തിന്മേൽ ഒരു വസ്തുവായി തീരാം. Be a servant of God. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ ദാസി എന്ന നിലയിൽ ഒരു പരിപൂർണ്ണ ഏൽപ്പിച്ചു കൊടുക്കൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ യേശു ക്രിസ്തുവിന്റെ സ്നേഹിതൻ എന്ന് എന്നെ നിങ്ങളെ ഇന്ന് സ്വർഗ്ഗം വിളിക്കുമോ? സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, അതൊരു സമ്പൂർണ്ണ സമർപ്പണത്തെ കാണിക്കുന്നു. എന്നെ സന്തോഷിപ്പിച്ചത് 1 രാജാക്കന്മാരുടെ പുസ്തകം 9:25 ഈ ആലയപ്പണി നടക്കുന്നതിന് മുമ്പ് ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും സമാധാനയാഗങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ശലോമോൻ സന്തോഷത്തോടുകൂടെ ആലയപ്പണി ആരംഭിച്ച സമയം മുതൽ ആലയപ്പണിക്ക് വേണ്ടി ആരാധിക്കുകയാണ്. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ദൈവത്തിന്റെ ആലയം, ദൈവത്തിന്റെ സഭ ഈ പട്ടണത്തിൽ പണിതുയർത്തുവാൻ. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശലോമോൻ പണി ആരംഭിച്ചു, ശലോമോന്റെ പ്രവൃത്തിയൊക്കെയും സാധ്യമായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഭ ഈ പട്ടണത്തിൽ പണിയാണ്. 1994 ഫെബ്രുവരി 12 ഇതിന്റെ പണി ആരംഭിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം വരെ തുടർമാനമായി തീരാതെ ഈ പണി നടക്കണം. ഹല്ലേലൂയ. ദൈവസഭയുടെ കെട്ടുപണി നടക്കണം. ആയിരങ്ങൾ ദൈവകൃപയിൽ കടന്നു വരണം. ഇതുപോലൊരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായാൽ 1000 കയറണം. ഈ പട്ടണത്തിന് 30 ലക്ഷം ജനങ്ങളുണ്ട്. ദൈവത്തിന്റെ സഭ പണിയുന്നതിൽ, ആത്മാക്കളെ രക്ഷിക്കുന്നതിൽ, ദൈവരാജ്യത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിനുള്ള പണിയിൽ നാം ആരാധിച്ചു മുന്നേറണം. ജീസസ് നെയിം. ഒരു യാഗവസ്തു പോലെ പരിപൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ജീസസ് നെയിം ഈ പണിയിൽ പങ്കുചേരാൻ പറ്റും. അത് നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹത്തിന് വലിയൊരു കാരണമായി തീരും. ആരാധനയില്ലാതെ ആലയപ്പണി നടക്കില്ല. ആലയം പണിതിട്ടല്ല ആരാധന. ഇവിടെ എഴുതിയിരിക്കുന്നു, ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോ ശലോമോൻ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും സമാധാനയാഗങ്ങളും യഹോവയ്ക്ക് അർപ്പിച്ചുകൊണ്ടിരുന്നു. ആലയപ്പണി തുടങ്ങി യാഗപീഠമൊക്കെ പണിതപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഷ ചെയ്ത് നോക്കൂ. അതത് ദിവസത്തേക്കുള്ളത് ഉണ്ടോ? അതത് ദിവസത്തേക്ക് വേണ്ടിയിരുന്നത് പോലെ മോശയുടെ കൽപ്പന പ്രകാരം ശബത്തുകളിലും അമാവാസികളിലും വാരോത്സവങ്ങളിലും കൂടാര പെരുന്നാളിലും എന്നൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഏറ്റവും വലിയ പെരുന്നാളുകളാണ് കൂടാര പെരുന്നാൾ, പെസഹ പെരുന്നാൾ, വാരോത്സവം മുതലായവ നടത്തുന്നത്. ദ ഫീസ്റ്റ് ഓഫ് വീക്സ്, ആഴ്ചവോളം നടത്തുന്ന ആരാധനകൾ ഇവക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ശബത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഇവിടെ വായിക്കുമ്പോൾ അതത് ദിവസത്തേക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ അതത് ദിവസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഹാബിച്വൽ. നമ്മൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് അതത് ദിവസത്തേക്ക്. നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യത്തെയാണ് വാസ്തവത്തിൽ അതത് ദിവസത്തേക്ക് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം അതത് ദിവസത്തേക്കുള്ളതാണ്. നാളത്തേക്ക് വേണ്ടിയുള്ള ദൈവവചനം എന്നൊരു വചനമില്ല. ഭാവി കാലത്തേക്കുള്ളത് പറഞ്ഞൊരു വചനമില്ല. അതത് ദിവസത്തേക്കുള്ളത് ഒരു മനുഷ്യൻ കണ്ടെത്തിയാൽ അതത് ദിവസം അനുഗ്രഹിക്കപ്പെടും എന്നതാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, വല്ലപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടാൽ മതിയോ? വല്ലപ്പോഴും ലഭിച്ചാൽ മതിയോ? എന്റെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ
നൽകണമേ, എന്നും എന്നെ അനുഗ്രഹിക്കണമേ എന്നല്ല നമ്മൾ പറയുന്നത്. സഹോദരൻ, ഞാൻ പറയട്ടെ, എന്തും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അതത് ദിവസത്തെ ആരാധന ഇമ്പോർട്ടൻ്റ് ആണ്. അതത് ദിവസത്തെ വചനധ്യാനം ഇമ്പോർട്ടൻ്റ് ആണ്. അതത് ദിവസത്തെ സുവിശേഷീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. അതത് ദിവസത്തെ വിശദീകരണം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. ഈച്ച് ഡേ വർക്ക്, എല്ലാ ദിവസവും ഓരോ ദിവസവും നാം പ്രവർത്തിക്കണം. ഈച്ച് ഡേ വർഷിപ്പ്, ഓരോ ദിവസവും നാം ആരാധിക്കണം. ഈച്ച് ഡേ സപ്ലൈ, ഓരോ ദിവസവും നാം കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, താല്പര്യത്തോടും കഷ്ടപ്പെട്ടും വേല ചെയ്താൽ നാളത്തെ ജീവിതം ധന്യമാക്കാം എന്ന് നാം പറയുന്ന പോലെ ഓരോ ദിവസവും ഏത് കഷ്ടതയുടെ നടുവിലും നാം പ്രവർത്തിച്ചാൽ, ഓരോ ദിവസവും ഏത് വൈകാരിക പ്രതിബന്ധങ്ങളുടെ മുമ്പിലും ആരാധിച്ചാൽ, ഓരോ ദിവസവും നാം കൊടുത്താൽ, സപ്ലൈ ചെയ്താൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. അതാണ് പറയുന്നത്, അതത് ദിവസത്തേക്ക്. ഡെയിലി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്തോത്രം. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആരാധനയ്ക്കുള്ള ഡോർ അടച്ചിട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ വേദപുസ്തകം തുറക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഞായറാഴ്ച മാത്രം അത് തുറന്നു വെച്ചാൽ അതിന്റെ അനുഗ്രഹം വളരെ കുറവായിരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. നമ്മുടെ വീട്ടിൽ ക്ലോക്ക് നോക്കൂ. ക്ലോക്ക് ഉള്ളവരെല്ലാം ഒരു നിമിഷം ക്ലോക്കിലേക്ക് നോക്കൂ. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ ഈ പെൻഡുലം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് ക്ലോക്ക് ചത്തിരിക്കുകയാണെങ്കിൽ, അത് ഓട്ടം ഇല്ലെങ്കിൽ ഒരു പുതിയ ക്ലോക്ക് വാങ്ങിച്ചു വെച്ച് നോക്കൂ. കുറഞ്ഞത് ഒരു വർഷം ഒരു അപാകതയില്ലാതെ അതിങ്ങനെ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അത് ഉണ്ടാക്കിയ ആള് ഇത്ര വർഷത്തേക്കെന്ന് പറഞ്ഞ്, അല്ലെ ഇത്ര മാസത്തേക്കെന്ന് പറഞ്ഞ് ഒരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ടൈമിന് 1, 2, 3, 4, 12, 11 എന്ന് പറഞ്ഞ് പെൻഡുലം അടിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും അടിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? somebody set the time. ആ സമയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഡെയിലി ഒരു കാര്യം നമ്മൾ ഡെയിലി ചെയ്യണമെങ്കിൽ അത് നേരത്തെ സെറ്റ് ചെയ്യണം. നേരത്തെ സെറ്റ് ചെയ്യാതെ ഡെയിലി ചെയ്യാൻ പറ്റൂല. ആമേൻ. ഞാൻ എല്ലാ ദിവസവും ഇന്ന വർക്ക് ചെയ്യും എന്ന് നമ്മൾ താല്പര്യത്തോടെ ഒന്ന് ജീവിതം സെറ്റ് ചെയ്ത് നോക്കും. ഞാൻ എല്ലാ ദിവസവും ആരാധിക്കും എന്ന് പറഞ്ഞ് സമയം സെറ്റ് ചെയ്ത് നോക്കും. ഞാൻ എല്ലാ ദിവസവും കൊടുക്കും എന്ന് പറഞ്ഞ് സമയവും സന്ദർഭവും സെറ്റ് ചെയ്ത് നോക്കും. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റൂല. സ്തോത്രം. ഈ ഭാഗം നിങ്ങൾ വായിച്ചാൽ ദൈവത്തിന്റെ ആലയത്തിന്റെ പണി വളരെ വേഗത്തിൽ തീരുന്നതിന് കാരണം ക്ഷണത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. They worked for temple of God. അവർ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി പണിയെടുത്തു. Hallelujah. Hallelujah. They worked for temple of God. 2, they worked for nation. 3, they worked for family. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം 1 കുടുംബത്തിന് വേണ്ടി വേല ചെയ്യണം. 2 രാജ്യത്തിന് വേണ്ടി വേല ചെയ്യണം. 3 ദൈവാലയത്തിന് വേണ്ടി വേല ചെയ്യണം. ഇവിടെ നാം കണ്ടുവരുന്നത് ഫാമിലിക്ക് വേണ്ടി വേല ചെയ്യുന്നു, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വേല ചെയ്യുന്നു, തട്ടിമുട്ടി പോകുന്നു. ഓരോ ദിവസവും കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ വീട് നോക്കിയാൽ വർഷം കൂടുമ്പോൾ നന്മ വരുന്നത് കാണാൻ പറ്റും. പക്ഷേ അലസരും മടിയന്മാരുമായിരുന്ന നാളെ ചെയ്യാം എന്ന് കരുതിയാൽ കുടുംബത്തിലെ നന്മ കുറയും. ജീസസ് ഡെയിലി കുടുംബത്തിനോട് വർക്ക് ചെയ്ത് നോക്കൂ. 1 വർഷമാകുമ്പോൾ നല്ലൊരു നന്മ കുടുംബത്തിൽ വരും. മനുഷ്യരെല്ലാം രാജ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഒരു തൊട്ട് സോപ്പ് വാങ്ങിക്കുമ്പോൾ, തുണി വാങ്ങിക്കുമ്പോൾ, വെൽഡിങ് സാധനം വാങ്ങുമ്പോൾ, വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങുമ്പോൾ എല്ലാം നമ്മൾ രാജ്യത്തെ സേവിക്കുകയാണ്.
നിങ്ങളുടെ പണത്തിന്റെ ഒരു സിംഹഭാഗം, നിങ്ങളുടെ അധ്വാനത്തിന്റെ സിംഹഭാഗം രാജ്യത്തിന്റെ ടാക്സ് ആയി പോവുകയാണ്. പല പ്രിയപ്പെട്ടവരും രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നു. എപ്പോഴെല്ലാം? ആണ്ടിലൊരിക്കലല്ല. They work daily. Hallelujah. എല്ലാ ദിവസവും എന്തെങ്കിലും സാധനം വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മളുടെ ഇടയിൽ? നമ്മളെല്ലാ ദിവസവും സാധനങ്ങൾ വാങ്ങുന്നവരാണ്. ഏത് സാധനം നമ്മൾ വാങ്ങിച്ചാലും, ഏത് സേവനം നടത്തിയാലും രാജ്യത്തിൻ്റെതായ ഒരു വിഹിതം കൊടുക്കുന്നു, കുടുംബത്തിൻ്റെതായ വിഹിതം കുടുംബത്തിന് കൊടുക്കുന്നു. ഡെയിലിയുള്ള കാര്യം ഞാനീ പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്കൂ, are we giving daily to the temple of God? Hallelujah. പണി തുടങ്ങിയത് മുതൽ പണി തീരുന്നത് വരെ, കർത്താവിന്റെ വരവ് സമാഗതമാകുന്നതോടുകൂടെ പണി തീരും. അതുവരെ work hard for the temple of God. Work for the church. സഭയ്ക്ക് വേണ്ടി ഡെയിലി വർക്ക് ചെയ്യുക. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നും പ്രവർത്തിക്കുക, എന്നും വർക്ക് ചെയ്യുക. ജീസസ് ദൈവാലയത്തിന്റെ അനുഗ്രഹം, ദൈവസഭയുടെ കെട്ടുപണി എന്ന് പറയുന്നത് കുടുംബത്തിന് എന്നും ചെലവിടുന്നത് പോലെ, രാജ്യത്തിന് വേണ്ടി എന്നും കൊടുക്കുന്ന പോലെ, ദൈവസഭയ്ക്ക് വേണ്ടി എന്നും ചെയ്തു നോക്കൂ. രാജ്യത്തിന് വേണ്ടി ചെയ്താൽ രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടും, രാജ്യത്ത് പാർക്കാം, രാജ്യത്ത് നന്മ അനുഭവിക്കാം. കുടുംബത്തിന് വേണ്ടി ചെലവിട്ടാൽ കുടുംബ സമാധാനം നന്മ അനുഭവിക്കാം. എന്നിങ്ങോട്ട് പറയട്ടെ, ദൈവസഭയ്ക്ക് വേണ്ടി ഡെയിലി ചെലവിട്ടാൽ ദൈവസഭയ്ക്ക് വഴി ലഭിക്കുന്ന, ദൈവത്തിലൂടെ ലഭിക്കുന്ന എല്ലാ ദിവസവും നന്മ കിട്ടും. എല്ലാ ദിവസവും നന്മ കിട്ടുമെങ്കിൽ ആണ്ടിലൊരു വലിയ നന്മ ഉണ്ടാകും, ജീവിതത്തിൽ ഒരു വലിയ നന്മ ഉണ്ടാകും. ജീവാവസാനത്തിൽ നിത്യജീവനെ പ്രാപിക്കാൻ പറ്റും. യെരൂശലേം ദേവാലയത്തിന്റെ പണി ആരംഭിച്ച സമയം മുതൽ അത് തീരുന്നത് വരെ ജനം നൽകിക്കൊണ്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഡു യുവർ ഡ്യൂട്ടി ദാറ്റ് ലൈസ് നിയറസ്റ്റ് യു. നിന്റെ വീടിന് ഏറ്റവും സമീപത്തുള്ള ജോലി നീ ചെയ്യൂ, നിനക്ക് നന്മയുണ്ടാകും, സുഖകരമായി തീരാമെന്ന്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ സഭ, അതിന്റെ പണി നിങ്ങളുടെ അയൽപക്കങ്ങളിൽ, ചുറ്റുപാടുകളിൽ, നിങ്ങളോട് കൂടെ നടക്കുന്നവരുടെ ഇടയിൽ ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി നിങ്ങളെ സ്വയം അർപ്പിക്കുവാൻ ഞാൻ താല്പര്യത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ അധ്വാന ഭാരം കൂടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ, രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് പോലെ ദൈവസഭയ്ക്ക് വേണ്ടി ദിനം പ്രതി അധ്വാനിപ്പാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊക്കെ വലിയ ഭാരങ്ങളുണ്ട്. Our burden is too heavy എന്ന് പറയുന്നവരാണ് ധാരാളം ആളുകൾ. ഞങ്ങൾക്ക് തന്നെ വലിയ ഭാരമുണ്ട് പാസ്റ്ററെ, ഇനി ഇതും കൂടെ ഏറ്റെടുത്താൽ എങ്ങനെ? പക്ഷെ ദാവീദ് പറയുന്നു, എന്റെ വലിയ ഭാരം അനുഭവിച്ച സമയത്ത്, എന്റെ വലിയ കഷ്ടകാലത്ത് ഡെയിലി I worked for the temple of God. ഞാൻ ഓരോ ദിവസവും ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ ബേർഡൻ, നമ്മുടെ ഭാരം എത്ര ഹെവി ആയാലും, വലുതായാലും, ഭാരമുള്ളതായാലും നിങ്ങളിത് മറക്കരുത്. നിങ്ങളെല്ലാം പറയും, മൈ സോറോസ് ടു ഷാർപ്പ്. എന്റെ ദുഃഖങ്ങൾ വളരെ ആഴമേറിയതാണ് പാസ്റ്ററെ, പറ്റില്ല. സ്വതം. പക്ഷേ നിങ്ങൾ ആ ദുഃഖത്തിലും ദൈവവചനത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ചിലപ്പോൾ നിങ്ങൾ പറയും, മൈ ലോൺലിനെസ് ഈസ് ടു ഡ്രൈറി. എന്റെ ഏകാന്തത അസഹനീയമാണ്, ഇതിന്റെ മധ്യത്തിൽ എനിക്ക് കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ പറയും, മൈ ഡിഫിക്കൽട്ടീസ് ആർ ടു ഗ്രേറ്റ്. അളവുകൊണ്ട് അളക്കാൻ കഴിയാത്ത വലിയ പ്രതിബന്ധങ്ങളാണ് ഞാൻ ജീവിതത്തിൽ നേരിടുന്നത്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, you work daily for the temple of God. You work daily for the church. You work daily for the kingdom of God. ദൈവരാജ്യത്തോടെ ദിനംപ്രതി അധ്വാനിക്കും, ദൈവസഭയ്ക്ക് വേണ്ടി ദിനംപ്രതി അധ്വാനിക്കും. ഈ കോവിഡ് കാലത്തിന്റെ മഹാമാരി പടർന്നു പിടിക്കപ്പെടും. You work hard daily. സഹോദരൻ, ഒന്ന് പ്രവർത്തിച്ചു നോക്കൂ. നിന്റെ കരങ്ങൾക്ക് ബലം തരും. കാരണം His hands are not shortened to bless you. ദൈവത്തിന്റെ കരങ്ങൾ നിന്നെ അനുഗ്രഹിപ്പാൻ കുറുകി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവികൾ മന്ദമായി പോയിട്ടില്ല.
ഹല്ലേലൂയ. ഡെയിലി ആരാധിക്കുന്നവരെ ദൈവം കാണുന്നില്ലേ? ഡെയിലി ദൈവവചനം വായിക്കുന്നവരെ ദൈവം കാണുന്നില്ലേ? ഡെയിലി അധ്വാനിക്കുന്നവരെ ദൈവം കാണുന്നില്ലേ? അവർ കാണുന്നു. അവരുടെ കരങ്ങൾക്ക് ബലമുണ്ട്. അവൻ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കോവിഡ് കാലത്ത് ഉടുതുണിക്കുന്നതിന് കുറവ് വരില്ല, ഭക്ഷണത്തിന് കുറവ് വരില്ല, വെള്ളത്തിന് കുറവ് വരില്ല, മെഡിസിന്റെ ആവശ്യവും വരില്ല. ആരോഗ്യത്തോടെ കാക്കാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. 40 പരം വർഷങ്ങൾ ഇസ്രായേലിനെ 25 ലക്ഷത്തിൽ പരം ആളുകളെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവം, കൈക്ക് പിടിക്കാവുന്ന കലം വയ്ക്കുന്ന ദൂരത്തിൽ അവിടെ മുന്നിൽ കൂടെ കാടപ്പക്ഷികളെ കൊടുത്ത ദൈവം, അന്നത്തേക്കുള്ളത് പറയ്ക്കാൻ മതി എന്ന് പറഞ്ഞു മന്ന നൽകിയ ദൈവം. അവിടെ എഴുതിയിരിക്കുന്നു, daily they went out from the tent and gathered the manna. ഓരോ ദിവസവും അവർ കൂടാരത്തിന് പുറത്തു വന്ന് മന്ന പറക്കിയെടുത്തു. ഈ മഹാകഷ്ടതയുടെ കാലത്ത്, ഈ മഹാമാരിയുടെ കാലത്ത്, I call you to come out and take your manna daily. അന്നേക്കുള്ള മന്ന ദൈവത്തിന്റെ വീടിന്റെ മുറ്റത്ത് കൊണ്ടെത്തിക്കും. അപ്രതീക്ഷിതമായ നന്മകള് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരും. പക്ഷെ ഒരു കാര്യം മാത്രം, നീ ചെയ്യുമ്പോ നീ കൽപ്പന പോലെ ചെയ്യണം. നീ കൽപ്പന പോലെ ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 30:1-10 വാക്യങ്ങൾ വായിക്കുമ്പോ ഇന്ന വിധത്തിൽ നീ ചെയ്യണമെന്ന് മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. പല രാജാക്കന്മാരും അത് അങ്ങനെ പാലിച്ചില്ല. ഇവിടെ ശലോമോനെ കുറിച്ച് പറയുന്നു, മോശ ഇസ്രായേലിനോട് കൽപ്പന പ്രകാരം ശലോമോൻ അങ്ങനെ ചെയ്തു. എന്നാൽ നിങ്ങൾ കേൾക്കണമോ, 2 ദിനവൃത്താന്ത പുസ്തകം 26:17-19 വാക്യങ്ങൾ വായിക്കുമ്പോ ഉസ്യാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മോശയുടെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ദൈവകൽപ്പനയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് അവൻ ധൂപം കാട്ടാൻ വന്നു. യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് അവൻ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി എന്നെഴുതിയിരിക്കുന്നു. പാപം പെരുകി വരരുത്. ഈ മഹാമാരി കാലത്ത് പാപം പെരുകി വരരുത്. ദൈവകൽപ്പന പ്രകാരം ജീവിതത്തെ ക്രമീകരിച്ചുകൊള്ളുവാൻ ഞാൻ ഈ സൺഡേ സർവീസ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പാട്ടുകാരൻ പാടിയ പോലെ, കൈപ്പുള്ള വെള്ളം കൂടി ചീടിയിലും കൽപ്പന പോലെ നടന്നിടണം. കൈപ്പുള്ള വെള്ളം കൂടി ചീടിയിലും കൽപ്പന പോലെ നടന്നിടണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മന്ന അവരുടെ വീടിന് ചുറ്റും വന്നുവെങ്കിൽ, കൂടാരത്തിന് ചുറ്റും വന്നുവെങ്കിൽ, അവർ പാർക്കുന്നിടത്ത് കയ്യെത്താവുന്ന ദൂരത്തിൽ കാടപ്പക്ഷികൾ വന്നുവെങ്കിൽ, ഈ മഹാമാരി കാലത്ത് നീ ഞെട്ടരുത്, നീ ഭയപ്പെടരുത്. ദൈവം നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി തരും. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ ഭാഗത്തിന്റെ ഒടുവിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹൂര് എന്ന് പറയുന്ന ഒരു രാജാവ്, ഹല്ലേലൂയ, അദ്ദേഹം ഫൊയ്നീഷ്യൻ ചക്രവർത്തിയാണ്. ടയ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വലിയ രാജാവാണ്. ശലോമോൻ 450 താലന്ത് സ്വർണം കൊണ്ട് കൊടുത്തു എന്ന് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇങ്ങനെ പറയുന്നു, അവർ ശലോമോന്റെ ദാസന്മാരോട് കൂടെ ഓഫേറിലേക്ക് ചെന്ന് 450 താലന്ത് പൊന്ന് വാങ്ങി ശലോമോൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. നീ ആലയപ്പണിക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുമെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സമ്മാനം ദൈവം അയക്കും. ശലോമോൻ ആലയം പണി തീർന്നപ്പോ ഹൂർ എന്ന ജാതീയ രാജാവ് 450 താലന്ത്, ഞാൻ ഇന്ന് രാവിലെ അത് കൂട്ടി നോക്കിയപ്പോ ഇന്നത്തെ വില അനുസരിച്ച് 3,04,88,737 രൂപ 50 പൈസ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ശലോമോനെ, നീ എന്റെ അപ്പൻ പറഞ്ഞ താല്പര്യപ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം അതിനെ തെറ്റിക്കാതെ ദൈവത്തിന്റെ ഒരു ആലയം പണിതപ്പോ നിന്റെ വീട്ടുകളപ്പിൽ സമ്മാനവുമായി രാജാക്കന്മാർ വന്നുവെങ്കിൽ, ആ ദൈവം, എന്റെ ദൈവം, നിന്റെ ദൈവം, കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവൻ വിശ്വസ്ത ദൈവം. അവന്റെ കൈകൾ കുടുങ്ങിപ്പോയിട്ടില്ല, അവന്റെ കണ്ണുകൾ മങ്ങിപ്പോയിട്ടില്ല, അവൻ ചെവി കേൾപ്പാൻ കഴിയാതെ മന്ദമായി പോയിട്ടില്ല. കർത്താവേ, തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മഹാമാരി കാലത്ത് സമൂഹം കൊടുക്കാത്ത, സർക്കാർ കൊടുക്കാത്തത്, മാതാപിതാക്കൾ കൊടുക്കാത്തത്, അവർക്ക് ഇതുവരെ ലഭിക്കാത്ത ചില നന്മകൾ കടന്നവരെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ daily they must work for the temple of God.
പകൽക്കാരുടെ നന്മയ്ക്കായി, ഒരു സമ്മാനത്തിനായി, ദൈവത്തിൽ ലഭിക്കുന്ന ഒരു ഗിഫ്റ്റിനായി ദൈവസന്നിധിയിൽ കാംക്ഷയോടെ കാക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒരു നിമിഷം ദൈവത്തിന്റെ സഭയുടെ പണിക്കായി നിങ്ങൾ സമർപ്പിക്കും. ദാവീദ് ഒരുക്കി വെച്ചതുപോലെ ചിലത് ഒരുക്കി വെക്കും. അത് ഡെയിലി ചെയ്യൂ. ജീസസ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡെയിലി ചിലത് ചെയ്യൂ. മക്കളെ പ്രേരിപ്പിക്കൂ, കുടുംബത്തെ ഒരുക്കൂ. പൂർണ്ണ സംരക്ഷണ ദൈവം നൽകും. ഈ മഹാമാരി കാലത്ത് ആലയം ഉയർന്നു നിൽക്കുന്നിടത്തോളം, ആരാധന നിലനിൽക്കുന്നിടത്തോളം, ദൈവശക്തി വ്യാപരിക്കുന്ന കാലത്തോളം ഞാൻ നിങ്ങളും സുരക്ഷിതരായിരിക്കും. നാളെ കൊണ്ട് ഭാരപ്പെടാൻ ഇടവരാതെ, ഭയം ഉള്ളിൽ വരാതെ ധൈര്യമായിരിക്കാൻ ഞാൻ നിങ്ങളെ രാവിലെ കാലം ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥന ആവശ്യമുള്ളവർ, രോഗികളായിരിക്കുന്നവർ, പ്രയാസത്തിലിരിക്കുന്നവർ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ കർത്താവേ, ഇന്ന് ഈ പ്രഭാത വേളയിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് വേദനയോടും പ്രയാസത്തോടും ഞെരുക്കത്തോടും ദാരിദ്ര്യത്തോടും ബുദ്ധിമുട്ടോടും കൂടെ ഈ ദൈവവചനം ആരെങ്കിലും എന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്കായി ഞാൻ ദൈവസന്നിധി ഓർത്ത് സ്തോത്രം ചെയ്യുകയും ഇപ്പോൾ ദൈവത്തിന്റെ കരം അവരുടെ മേൽ ചെല്ലേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധമായ ഭാരത്തിലും രോഗത്തിലും കഷ്ടത്തിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിടുവിക്കപ്പെടുവാൻ, രോഗങ്ങൾ സൗഖ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. വ്യാധികൾ മാറിപ്പോകട്ടെ. കർത്താവേ, കൊറോണ വൈറസിന്റെ ഏതെങ്കിലും സിംപ്റ്റംസ് കൊണ്ട് ശാരീരികമായി തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കുടുംബപരമായി വ്യാകുലത അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ക്വാറന്റൈനിലായിരിക്കുന്നവർ, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, ഞങ്ങൾ അവരെ ഓർത്ത് തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവേ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിക്കുന്ന ഏത് വ്യക്തിയും ജാതി, മത, ഭാഷ, വർഗ ഒരു വ്യത്യാസമില്ലാതെ നിന്റെ കരം കടന്നില്ലേണ്ടതിനും അവരെ സൗഖ്യമാക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികൾ ഇപ്പോൾ സൗഖ്യമാകേണ്ട കർത്താവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂട്ടത്തോടെ സൗഖ്യമാകട്ടെ. അനേക വെന്റിലേറ്ററിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവ് കർത്താവായി സ്വീകരിപ്പാൻ, കാലത്തിന്റെ തികവെങ്കിൽ അവർ നിത്യതയിൽ എത്തിച്ചേരുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിലല്ല അവരെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള പിശാചിന്റെ ശ്രമമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി സൗഖ്യമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, സാമ്പത്തികമായി ഞെരുക്കുന്നവരുണ്ട്, ഭാവിക്ക് വേണ്ടി കരയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി അവരുടെ അടുക്കളയ്ക്ക് ചെല്ലട്ടെ. ഡെയിലി വർക്ക് ചെയ്യാൻ കഴിയാതെ കർത്താവെ വളരെ ഭാരത്തോടായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ജോലികൾ നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് ഈ പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവചനാത്മാവിൽ പറയുന്നു, ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരും ജോലി ഇല്ലാത്തവരും ജോലി അന്വേഷിക്കുന്നവരുമായ പ്രിയ സഹോദരങ്ങൾ, ദൈവസഭ പണിയുന്നതിൽ ഞാൻ ഡെയിലി കർത്താവെ ഞാൻ വർക്ക് ചെയ്തോളാം. I will supply daily to construct your church of God. യേശു കർത്താവിന്റെ സഭ പണിയുന്നതിൽ ഞാൻ ഡെയിലി സഹായിക്കാം, ഞാൻ ഡെയിലി വേല ചെയ്യാം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്ന പക്ഷം വാസ്തവത്തിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെട്ട് ഭവനങ്ങളിൽ അടയപ്പെട്ട ഡോറുകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ തീരുമാനത്തിന്മേൽ വ്യാപരിപ്പാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഇപ്പോൾ ചില സാധ്യതകൾ തുറന്നവരുടെ, ഇപ്പോൾ ചില സാധ്യതകൾ തുറന്നവരുടെ കർത്താവ് എനിക്കൊരു ജോലി തന്നാൽ ഐ വിൽ സപ്പോർട്ട് ഡെയിലി എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് കർത്താവേ, ഐ വിൽ സപ്പോർട്ട് മന്ത്ലി, ഐ വിൽ സപ്പോർട്ട് വീക്ക്ലി. ഞാൻ ആഴ്ചതോറും ദൈവത്തിന്റെ സഭയെ സപ്പോർട്ട് ചെയ്യും, മാസം തോറും ദൈവത്തിന്റെ സഭയെ സപ്പോർട്ട് ചെയ്യും. ഞാൻ ഡെയിലി ദിനത്തോറും ദൈവത്തിന്റെ സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കും, ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ കൊടുക്കും എന്ന് താല്പര്യപ്പെട്ട് ജോലിയിലേക്ക് പ്രവേശിച്ച അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, വാക്കുകൾ പാലിക്കാൻ കഴിയാതെ ഇന്ന് ദുരൂഹതയിലേക്ക്, അസ്വസ്ഥതയിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവരെ യഥാസ്ഥാനപ്പെടുത്തണം. അവർ കുടുംബത്തിന് വേണ്ടി കൊടുപ്പാൻ, രാജ്യത്തിന് കൊടുപ്പാൻ, ദൈവാലയത്തിന് വേണ്ടി കൊടുപ്പാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തുകയും അവരുടെ കുടുംബത്തിനകത്തുനിന്ന് രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന പോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുകയും
ദൈവത്തിന്റെ സഭ അവരിൽ സ്ഥാപിതമായി തീരുവാനും നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചൊക്കെ അനുഗ്രഹിക്കുന്നു. സിറ്റി ചർച്ചിൽ ദൈവം അനുഗ്രഹിച്ചാണ്, ദൈവം മാനിച്ചാണ്. ഈ ശബ്ദം മാത്രമേ നിന്റെ കലവന്റെ അടുക്കലേക്ക് വരണമേ. സമർപ്പിതരായ ദൈവമക്കൾക്കായി